നമസ്കാരം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ലേബലിൽ ശ്രദ്ധ നേടിയ ട്രാൻസ്ജെൻഡറാണ് ജാസി. യൂട്യൂബിലും സജീവമായ ജാസിയുടെ പങ്കാളി ആഷിയും പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. അടുത്തിടെയായി ജാസി ആഷി കപ്പിളിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളും വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ആഷിയുടെ ഉമ്മയുടെ വോയിസ് ക്ലിപ്പാണ് അതിലൊന്ന്. ജാസിയെ പരിചാരിയാണ് ആഷിയുടെ ഉമ്മയുടെ വോയിസ്. അതെല്ലാം തന്നെയും ആഷിയെ പിരിക്കാൻ ശ്രമിക്കുന്നവരുടെ കളികളാണെന്ന് പറയുകയാണിപ്പോൾ ജാസി. ഇപ്പോഴിതാ തനിക്ക് ജാസിയുമായി ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ആഷി. ഞാനൊരു പച്ചയും മാംസവുമുള്ള പുരുഷനാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചുമതലകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അതിലൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ജീവിത കാലഘട്ടമാണ് കല്യാണം, കുട്ടി, കുടുംബം എന്നൊക്കെ. അതൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുണ്ട്. തനിക്കിങ്ങനെ അഭിനയിച്ച് ജീവിക്കാൻ വയ്യെന്നും ഇനിയും ഇത് തുടർന്നാൽ എൻ്റെ ജീവിതാവസാനം വരെ ഒരു ഭ്രാന്തനെ പോലെ ഏതെങ്കിലും ഊളംപാറയിൽ കടക്കേണ്ട അവസ്ഥ വരുമെന്നും ആഷി പറയുന്നു. ജാസിയോടൊപ്പമുള്ള ജീവിതത്തിൽ എനിക്ക് മനുഷ്യൻ്റെ വില പോലുമില്ല. ഒരു പട്ടിയെ എങ്ങനെയാണോ കൂട്ടിലിട്ട് വളർത്തുന്നത് അതേപോലെയാണ് എന്നോട് പെരുമാറുന്നത്. അവൻ എന്നെ ചങ്ങലയിൽ തളച്ചിട്ടിരിക്കുന്ന പോലെ നിസ്സഹായ അവസ്ഥയാണ് എനിക്ക്. എൻ്റെ വീട്ടുകാരോടും എൻ്റെ കൂടപ്പിറപ്പുകളോടോ എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. എൻ്റെ ഉമ്മ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിക്കുകയാണെങ്കിൽ ജാസി തെറി അഭിഷേകം തുടങ്ങും. എൻ്റെ ഉമ്മായെ പൂര തെറി വിളിക്കും. ഒരു അടിമയെപ്പോലെ കേട്ടുകൊണ്ട് നിൽക്കാനേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. അതിലെനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. എനിക്കറിയാം എൻ്റെ ഉമ്മ എത്രത്തോളം എന്നെപ്പറ്റി നീറി ജീവിക്കുന്നുവെന്ന്. ചില സമയത്ത് ജാസി എന്നെ ഉപദ്രവിക്കും. ജാസി പല ഇൻ്റർവ്യൂകളിലും പറയുന്നത് ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് സ്ത്രീയായി ജീവിക്കാനാണ് ആഗ്രഹമെന്നാണ്. എന്നാൽ അവൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അവൻ്റെ സ്ത്രീയുടെ സ്വഭാവമല്ല അവൻ കാണിക്കുന്നത്. ഒരു ഉശിരുള്ള ആണിൻ്റെ തൻ്റെടവും കരുത്തുമാണ് അവൻ എന്നിൽ പെരുമാറുന്നത്. ജാസി എപ്പോഴും എൻ്റെ ഫോണുകൾ പരിശോധിക്കാറുണ്ട്. എൻ്റെ കോളുകൾ എപ്പോഴും അരിച്ചു പറക്കും. ഞാൻ ആരൊക്കെയാണ് വിളിക്കുന്നത്, ഞാൻ ആരൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്, ഇവയെല്ലാം ജാസി പരിശോധിക്കും. ഇതിലും ഭേദം ജയിലിൽ കടക്കുന്നതാണെന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവനോട് റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു ഫ്രണ്ടായിട്ടാണ് അവനെ കണ്ടത്. അവൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം അവൻ്റെ മുമ്പിൽ ഒരു അടിമയെപ്പോലെ ജീവിച്ചത്. നിങ്ങൾ പലപ്പോഴും ജാസിയുടെയും ആഷിയുടെയും ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടുതലും സംസാരിക്കുന്നത് ജാസിയാണ്. എന്നാൽ ആഷി വെറും കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആഷിക്ക് സംസാരിക്കാനുള്ള അവസരം പോലും ജാസി നൽകാറില്ല. ആഷി എന്തെങ്കിലും വാ തുറന്നാൽ തന്നെ ജാസി അത് എന്തെങ്കിലും പറഞ്ഞ് ആഷിയുടെ വായടപ്പിക്കും. അതാ ഇൻ്റർവ്യൂവിൽ വ്യക്തമായി കാണാം. കാണുന്നവർ വിചാരിക്കും ആഷി ഒരു ഇൻട്രോവേർട്ടാണ് എന്ന്. പക്ഷേ ഇതാണ് എൻ്റെ അവസ്ഥയെന്ന് ആഷി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും മാർഗം കണ്ടെത്തി നാട്ടിലേക്ക് മടങ്ങാമെന്ന് വെച്ചാൽ അതും നടക്കില്ല. ജാസി ആഷിയുടെ പാസ്പോർട്ടും രേഖകളും കൈവശപ്പെടുത്തി വെച്ചേക്കുകയാണ്. എന്തിന്? എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കൺട്രോൾ പോലും ജാസിയുടെ കയ്യിലാണ്. അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വന്തം പൈസ എനിക്കെടുക്കണമെങ്കിൽ ജാസിയുടെ അനുവാദം വേണം. അങ്ങനത്തെ ഒരു അവസ്ഥ ഭയാനകമാണ്. അവസാനം ഞാൻ സഹികെട്ടപ്പോഴാണ് നന്ദിനി റെഡ്ഡി എന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്നതും സഹായം ആവശ്യപ്പെട്ടതും. തൻ്റെ അവസ്ഥകളെല്ലാം കേട്ട നന്ദിനി സഹായിക്കാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ഇതറിഞ്ഞ ജാസി ഒരു ഉസ്താദുമായി കൂടോത്രം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഉസ്താദ് പരിഹാരം കാണണമെന്നും ജാസി ഒരു ഉസ്താദിനോട് ആവശ്യപ്പെടുന്ന വോയിസ് ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആ വോയിസ് ക്ലിപ്പിൽ ജാസി പറഞ്ഞത് ഇങ്ങനെ: ഉസ്താദ്, ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുമോ എന്ന് ദയവായി പറയൂ ഉസ്താദേ എന്ന് ജാസി അപേക്ഷിക്കുന്നത് കേൾക്കാം. എന്നാൽ ഉസ്താദിൻ്റെ മറുപടി ഇങ്ങനെ: എടുത്തടിച്ച പോലെ പറയുകയാണ്, ഈ ബന്ധം ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമെന്ന് ഉസ്താദ് പറഞ്ഞു. എന്നിട്ട് ജാസി തിരിച്ചും മറിച്ചും പറയുകയാണ്, ആഷിയുടെ മനസ്സിൽ ആരെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടോ? അവനെ വശീകരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണോ? അതൊന്ന് പറയൂ ഉസ്താദേ എന്നും ജാസി പറയുന്നു. എന്നാൽ ഉസ്താദ് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഈ ബന്ധം മുന്നോട്ട് പോകത്തില്ല. എനിക്ക് അതേ പറയാൻ പറ്റുമെന്നും ഉസ്താദ് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഉസ്താദ് ജാസിക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് പോലും ജാസിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇസ്ലാം മതം ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ്. അതിൻ്റെ വക്താക്കളായ ഉസ്താദന്മാർക്ക് ഇങ്ങനെയല്ലേ മറുപടി പറയാൻ പറ്റൂ? എന്നാൽ
ജാസിക്ക് അത് മനസ്സിലാകുന്നില്ല എന്നതാണ് കഷ്ടം. ജാസി പ്രധാനമായും പല ഇൻ്റർവ്യൂകളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, നന്ദിനി റെഡ്ഡി എന്ന പെൺകുട്ടിയെക്കുറിച്ച്. എൻ്റെ പാർട്ട്ണറെ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന്. എന്നാൽ ജാസി പറയുന്നത് സത്യമല്ല. ജാസിയുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പൊക്കിയിരിക്കുകയാണ് നന്ദിനി റെഡ്ഡി എന്ന പെൺകുട്ടി. നന്ദിനി ആഷിയെ ഇതുവരെ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. നന്ദിനി ആഷിയുടെ സുഹൃത്തെന്നത് സത്യമാണ്. സുഹൃത്തെന്ന നിലയിൽ ആഷിക്ക് ആപത്ത് വന്നപ്പോൾ സഹായിച്ച ഒരു വ്യക്തി. കഴിഞ്ഞ ദിവസം നന്ദിനി ആഷിയുടെ ഉമ്മയുടെ വോയിസ് സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടിരുന്നു. ആ ഉമ്മ പറയുന്നത് ഇങ്ങനെ: തൻ്റെ മകനെ ജാസി പിടിച്ചു വച്ചിരിക്കുകയാണ്. എൻ്റെ മകനെ എനിക്ക് കാണാൻ പോലുമുള്ള അനുവാദം എനിക്കില്ല എന്ന് സങ്കടത്തോടെ പറയുന്ന ആ ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് കേൾക്കാം. ഇപ്പോഴിതാ ആഷി പറയുകയാണ്, താൻ വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. സ്വയം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ജാസിയുമായുള്ള ബന്ധം വേർപെടുത്താനുള്ള ശ്രമത്തിലാണ് ആഷി. താൻ നാട്ടിലേക്ക് പോയി തനിക്ക് നല്ല വിവാഹം കഴിച്ച് ഒരു നല്ല കുടുംബമായി ജീവിക്കാനാണ് തൻ്റെ സ്വപ്നമെന്നും ആഷി പറയുന്നു. ഇങ്ങനൊരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്നും ആഷി പറയുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.